വിശദമായ കണക്കെടുപ്പുകളിലേക്ക് പോയിട്ടില്ലെങ്കിലും ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ വിജയപ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് പാലക്കാട് 3 മുന്നണികളും. തൃശൂരിന് പിന്നാലെ പാലക്കാട് എന്ന് അവകാശപ്പെട്ട് കെ സുരേന്ദ്രൻ എത്തിയപ്പോൾ 100% വിജയം അവകാശപ്പെടുകയാണ് LDFും UDFും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടന്നത് കോൺഗ്രസ് BJP പോരാട്ടമാണെങ്കിൽ ഇക്കുറി 3 മുന്നണികളും ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. 2021 73.71% രേഖപ്പെടുത്തിയ പോളിംഗ് ഇത്തവണ 70.51% കുറഞ്ഞു. മണ്ഡലത്തിൽ ഇന്നലെ പോൾ ചെയ്തത് 1,37,302 വോട്ടുകൾ മാത്രം. നഗരസഭാ പരിധിയിൽ പോളിംഗ് കൂടിയത് അനുകൂലമാകുമെന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും ആത്മവിശ്വാസം പങ്കുവച്ചു. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടി. UDFന് ഒരു മേൽക്കായ്മ ഉണ്ടായിരുന്ന പ്രായരി പോലെയുള്ള പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞു. അത് ഞങ്ങൾക്കിടെ പ്രതീക്ഷ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിലെ പോളിംഗ് കുറഞ്ഞതിന്റെ ആശങ്ക UDF ക്യാമ്പിലുണ്ട്. 77% നിന്ന് 70%ലേക്കാണ് പിരായിരിയിലെ പോളിംഗ് ഇടിഞ്ഞത്. എന്നാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷ പോലെ പോളിംഗ് നടന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിന്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു. CPMന്റെ ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന കണ്ണാടി പഞ്ചായത്തിലും പോളിംഗ് കുറഞ്ഞു. മാത്തൂർ പഞ്ചായത്തിലെ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് LDFനെയും UDFനെയും ബാധിച്ചേക്കാം. കോൺഗ്രസിലെയും BJPയിലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ തങ്ങൾക്ക് നേട്ടമാകുമെന്ന് LDF കണക്കുകൂട്ടുന്നു. മണ്ഡലത്തിലെ നിഷ്പക്ഷ വോട്ടുകൾ സരിനിലേക്ക് എത്തുമെന്നും CPM വിലയിരുത്തുന്നു. ഒരു വമ്പിച്ച മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാകും. ഒരു ചരിത്ര വിജയം ഇവിടെ ഉണ്ടാകും. ഇടതുപക്ഷം 2021 നേടിയതിന്റെ ഇരട്ടി വോട്ടുകൾ ഈ പാലക്കാട് നേടും. 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കും. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞത് ആർക്ക് ഗുണം ചെയ്യുമെന്ന ചോദ്യമാണ് 23-ന് ഫലം വരും വരെയുള്ള കാത്തിരിപ്പിനെ നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.